സ്വാഗതം പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ എനർജി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ്. വാട്ട് ഈസ് ദി എനർജി എന്നുള്ളത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് എന്തായിരിക്കും നമുക്കൊരു തടസ്സം ആയിട്ട് വരാൻ സാധ്യത. മൂന്നാമത്തെ കാർഡ് എങ്ങനെയാണ് നമ്മൾ ഇന്ന് അതിനോട് റിയാക്ട് ചെയ്യേണ്ടത്, എന്ത് ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതുമാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതുമാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ എനർജി എന്നൊരു കാർഡ് ചോദിച്ചപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് 5 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തടയുന്ന 4 വരെയാണ് കാണുന്നത്. പക്ഷേ ഈ വ്യക്തി ഇത് പൂച്ച ചെയ്തിട്ട് അതിവിദഗ്ധമായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ രാവിലെ ഒരു റെസിസ്റ്റൻസിൻ്റെ എനർജി ആയിരിക്കാം. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ ചില തടസ്സവാദങ്ങൾ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് അതിന് എന്താണ് തടസ്സമായിട്ട് വരുന്നത് വെച്ചപ്പോൾ ക്വീൻ ഓഫ് സോർട്സ് ആണ് തടസ്സമായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ചിന്ത, അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിൽ ബുദ്ധിപൂർവ്വമായിട്ട് പ്രവർത്തിക്കാൻ നോക്കുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങളാണ് സാധ്യത. അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് നമുക്കിന്ന് എന്താ പറയുക, നമ്മുടെ സഹപ്രവർത്തകർ തന്നെ ചെറിയ രീതിയിൽ നമുക്കൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ വീട്ടിൽ മക്കളുടേന്നോ പാർട്ട്ണറുടേന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെന്നൊക്കെ നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമ്മൾ ഈ കാർഡ് പറയുന്നത്. ഇതിന് നമ്മൾ എങ്ങനെയാണെന്ന് പ്രതികരിക്കേണ്ടത്, എന്താണെന്നത് ഗൈഡൻസ് ചോദിച്ചപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ മണി ആൻഡ് ബി കാം എന്നുള്ളതാണ്. അതായത് ഈ കാർഡ് ക്ഷമയോടെ പണത്തിനെ നോക്കുന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് റെസിസ്റ്റൻസ് നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതൊന്നും ഫോക്കസ് ചെയ്യേണ്ട, നമ്മുടെ ഒരു ഫ്യൂച്ചർ മണി എന്ന് തന്നെ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ഷമയുടെയും പേഷ്യൻസിൻ്റെയും രീതിക്കാണ് ഇത് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്താണ് നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ്. വേൾഡ് എന്ന് പറയുന്ന കംപ്ലീഷൻ്റെ കാർഡാണ്. അപ്പോൾ സമീപകാലത്ത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നോക്കുക, അങ്ങനത്തെ രീതിയിലുള്ളതാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഓവറോളായിട്ട് എനർജി എന്ന് പറയുന്നത് നമുക്ക് ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസാണ് കാണുന്നത് ചിന്താപരമായ രീതിയിൽ. പക്ഷേ നമ്മൾ ഫിനാൻഷ്യലി ഫോക്കസ് ചെയ്യുക, അതേപോലെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നതിനും മതി. എനിവേ വിഷ് യു വെരി ഗുഡ് ഡേ. എന്താ പറയുക, പോസിറ്റീവ് എൻഡിങ് ആണ് വരുന്നത്. എന്താ പറയുക, ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.